ദാ വന്നു മക്കളെ, ഗതാഗത മന്ത്രിയുടെ അടിപൊളി ഉത്തരവ്. പരിശോധന ഇനി ജനങ്ങളിലേക്ക്, നിങ്ങളിലേക്ക് തരാം. അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പക്ഷേ തെറ്റുകൾ കണ്ടാൽ, ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ച ആളിന് പണിഷ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം. ഇത് നടപ്പിലാക്കിയാൽ റോഡിൽ കൂടി അഭ്യാസം കാണിക്കാൻ എല്ലാവരും ഒന്ന് പേടിക്കുമെന്ന് ഉറപ്പായി. നിങ്ങൾ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങുമ്പോഴോ ഒരു നിയമലംഘനം നിങ്ങളുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ അപ്പോഴേ മൊബൈലിൽ ഒരു ഫോട്ടോ ചിത്രീകരിക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യുക. അതിനുശേഷം MVD നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ആപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക. അവനുള്ള പണി പുറകെ വരുമെന്ന് സാരം. പുതിയ പ്രഖ്യാപനത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിരിക്കുന്നത്. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിയുന്ന ഈ സംവിധാനം നടപ്പിലാക്കുകയാണെങ്കിൽ കോടികൾ മുടക്കി ഉണ്ടാക്കി വെച്ചേക്കുന്ന AI ക്യാമറയേക്കാൾ ഉപയോഗം ചെയ്യുമെന്ന് സാരം. സ്വയം തെറ്റ് ചെയ്യില്ല, ബാക്കിയുള്ളവർ ചെയ്താൽ അത് ഉദ്യോഗസ്ഥരെ അറിയിക്കും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. പല അപകടങ്ങളും ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാക്കുകളിലേക്ക്. പരിശോധന ഇനി ജനങ്ങളിലേക്ക്, നിങ്ങളിലേക്ക് തരാം. അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പക്ഷേ തെറ്റുകൾ കണ്ടാൽ, ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ച ആളിന് പണിഷ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം, ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ വാട്സാപ്പ് സെൻഡ് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോ സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കിട്ടും. ഉദ്യോഗസ്ഥന്മാർ ആ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പരും കാണാൻ പറ്റും. ആ നമ്പറിലൂടെ കാണത്തക്ക നോ പാർക്കിങ്ങിൽ കൊണ്ടിടുക. അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുക. 2 ബസ്സുകൾ, പ്രൈവറ്റ് ബസ്, KSRTC ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രൈവറ്റ് ബസ്സാണ് ശരി, 2 ബസ്സുകൾ സമാന്തരമായി നിർത്തുക. അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാൻ. അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും. വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും. വേറെ കുഴപ്പമൊന്നുമില്ല.